ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാലുകളുടെ രണ്ട് എക്സസൈസുകളാണ്. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന രണ്ട് സൂപ്പർ ആയിട്ടുള്ള വ്യായാമങ്ങൾ. ഒന്ന് വാൾ സിറ്റിംഗ് എന്ന് പറയുന്ന ഒരു എക്സസൈസും രണ്ടാമത്തേത് കാഫ് റൈസും. ഓക്കെ, അപ്പം ഈ രണ്ട് വ്യായാമങ്ങളും നിങ്ങൾക്ക് വളരെയേറെ ഗുണം തരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രായഭേദമന്യമില്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. നിങ്ങൾ പരിശീലിച്ചാൽ മതി. അപ്പം വാൾ സിറ്റ് എന്ന് പറയുന്ന എക്സസൈസ് നമുക്ക് ആദ്യം പരിചയപ്പെടാം, അതിനുശേഷം കാഫ് റൈസ്. ഓക്കെ, രണ്ടും കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കാം. അപ്പം ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് വാൾ സിറ്റ് ആണ്. ഈ രണ്ട് എക്സസൈസുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ 100% റിസൾട്ട് തരുന്നതാണ്. അപ്പം വാൾ സിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് ഭിത്തിയുടെ അടുത്തായിട്ട് ഇതേ കണക്ക് നിൽക്കാം. ഓക്കെ, ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് നട്ടലൊക്കെ നിവർത്തി ഇതേ കണക്ക് നിൽക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതാണ്ട ഇതേപോലെ നമ്മളൊരു കസേരയിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. ഈ ഒരു പൊസിഷനിലായിരിക്കും നിങ്ങൾ. ഓക്കെ, ഇതേ കണക്ക്. ഓക്കെ, ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയി പോകരുത്. സ്ട്രെയിറ്റ് ആയിട്ട് നട്ടലൊക്കെ ഭിത്തിയോട് ചേർത്ത് ഇതേപോലെ നിങ്ങളുടെ അപ്പർ ബാക്ക് ഭിത്തിയോട് ചേർത്ത് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ ഇരിക്കാം. ഇത് നിങ്ങൾ തുടക്ക സമയത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്നിടത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതേപോലെ നിങ്ങളൊരു 3 സെറ്റെങ്കിലും ആവർത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നല്ല സൂപ്പർ ഒരു എക്സസൈസ് ആണ്. നിങ്ങളുടെ കാലുകൾക്ക് ഫുള്ളായിട്ട് നല്ല സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. ഓക്കെ, നിങ്ങളുടെ കാഫ് മസിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ തൈ മസിൽ, നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽസ്, നിങ്ങളുടെ ഈ നട്ടലിനൊക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡി ബാലൻസ് ഒക്കെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എത്ര സമയം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നോ നിങ്ങൾ അത്ര സമയത്തോളം ചെയ്യുക. ഓക്കെ, നല്ല എക്സസൈസാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ നിന്നതിന് ശേഷം നിങ്ങൾക്ക് കൈകൾ മേപ്പോട്ട് ഇതേ കണക്ക് ഉയർത്തി നിൽക്കാവുന്നതാണ്. ഓക്കെ, പക്ഷെ അത് ആദ്യമൊക്കെ നിങ്ങൾക്ക് പാടായിരിക്കും. നിങ്ങൾ ചെയ്ത് ഒരു അല്പം എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ നിൽക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ദിവസേന നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലുകളുടെ ഒരു സ്ട്രെങ്ത് ഒക്കെ നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആദ്യ സമയത്ത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ടഫായിട്ടുള്ള രീതിയിൽ ഈ ഒരു എക്സസൈസ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ വന്നതിന് ശേഷം വെയിറ്റുള്ള 2 ഡമ്പലോ എന്തെങ്കിലും ഇങ്ങനെ കാലിൽ വെച്ചതിന് ശേഷം ഹോൾഡ് ചെയ്ത് ഇത് കണക്ക് നിൽക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ ഇതാണ്ട ഇതേ കണക്കും ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷൻ. പക്ഷേ നിങ്ങൾ ആദ്യം ഒന്നും ഇങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കരുത്, അത് വലിയ അപകടമാണ്. ഓക്കെ, ഇതിപ്പം കാലുകൾക്ക് എനിക്ക് സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് ഇതേപോലെ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് നല്ല ഒരു സ്ട്രെച്ചിങ്ങും കൂടിയാണ്. ഓക്കെ, ഈ ഒരു കാലിന് നല്ല ഒരു സ്ട്രെച്ചിങ്ങും അതേ തന്നെ ഈ ഒരു കാലിൻ്റെ ബലവും ഫുൾ ബോഡിയുടെ ബലവും ഈ ഒരു കാലിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് കാഫ് റൈസ് ആണ്. കാഫ് റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. നമുക്ക് ഒരു ഹാർട്ടിൻ്റെ ആരോഗ്യമൊക്കെ വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഓക്കെ, അപ്പം ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഭിത്തിയോട് ചേർന്ന് നിൽക്കാം. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഭിത്തിയോട് ചേർന്ന് ഇങ്ങനെ നിൽക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തുടക്ക സമയത്ത് ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പല ആൾക്കാരും ഇത് ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലാണ്. ഓക്കെ, ഇങ്ങനെ നിന്നതിന് ശേഷം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്യുന്ന കാണാം. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന കൃത്യമായ രീതി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതേ കണക്ക് നിൽക്കുക. ഇതിന് ശേഷം മാക്സിമം മുകളിലോട്ട് ഇതേ കണക്ക് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം പതുക്കെ സാവധാനം താഴോട്ട് വരുക ഇതേപോലെ. 2 നമ്മുടെ ഈ ഒരു മസിൽസിലോട്ട് നമ്മുടെ ആ ഒരു ശ്രദ്ധ പോകണം. ഈ ഒരു മസിൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന. ഈ ഒരു മസിൽസിൽ പെയിൻ ഉണ്ടാവണം ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പം ഇതേ കണക്ക് മുകളിലോട്ട് വന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം സാവധാനം താഴോട്ട് വരിക. 2 സാവധാനം താഴോട്ട് വരിക. 3 കമോൺ. 4
അപ്പം ഇത് കണക്ക് നിങ്ങൾക്കൊരു 25 റെപ്പിറ്റേഷൻ വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഈ കാണിക്കുന്ന 2 വ്യായാമങ്ങൾ നിങ്ങൾക്ക് ദിവസവും ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കാലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ദിവസവും ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് സ്റ്റാൻഡിങ് കാഫ് റൈസ് എന്ന് പറയുന്ന വർക്കൗട്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ നിൽക്കുക, അതിനുശേഷം ഇതേപോലെ കാലിൻ്റെ വിരൽ താഴെ കുത്തിക്കൊണ്ട് മാക്സിമം ഇതേ കണക്ക് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം സാവധാനം താഴോട്ട് വരിക. 1 2 3. അപ്പം ഇത് കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഈ 2 എക്സസൈസുകളും നിങ്ങൾക്ക് ഒരു എക്യുപ്മെന്റ്സും ഇല്ലാതെ നിങ്ങളുടെ കാലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.